എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ BLDC കൺട്രോളിനെ കുറിച്ചാണ്. കൺട്രോളർ പലതരത്തിലുള്ള കൺട്രോളർ ഉണ്ട്. ഏകദേശം ഒരു കോമൺ ആയിട്ടുള്ള ഒരു കൺട്രോളർ ഞാൻ പരിചയപ്പെടുത്താം. അത് ഒരു ലോക്കട്ട് വരുന്ന ഒരു 37 വോൾട്ടാണ്. ഒരു 60 വോൾട്ട് വരെ കൊടുക്കാവുന്ന ഒരു കൺട്രോളാണ്. ഞാനിത് ചൈനയിൽ നിന്ന് വരുത്തിയിട്ടുള്ളതാണത്. ഇതിന്റെ കോമൺ കളർ കോഡ് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാവുന്ന ഏതൊക്കെ വയറാണ് അല്ലെങ്കിൽ ഇതിന്റെ വയറൊക്കെ ഏതൊക്കെയാണെന്നുള്ളതിന്റെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ പല കൺട്രോളറും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ഏകദേശം കളർ കോഡും ഏകദേശം കണക്ഷൻസ് ഒക്കെ സെയിം ആയിരിക്കും. അപ്പൊ ഇത് നോക്കിയിട്ട് ഏകദേശമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കൺട്രോളർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന കൺട്രോളറിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കണക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് BLDC കൺട്രോളറാണ്. 1800 വാട്ടിന്റെ BLDC കൺട്രോളറാണ്. 48 തൊട്ടിട്ട് ഒരു 60 വോൾട്ട് വരെ ഇതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ ലോക്കട്ട് വരുന്നത് 37 വോൾട്ടാണ് കേട്ടോ. 120 ആംഗിൾ വരുന്നത്. ഇത് ഏകദേശം ചൈനയിൽ നിന്ന് വരുത്തിയിട്ടുള്ളതാണ്. നമ്മളിത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. അന്ന് നമ്മൾ ചൈനയിൽ നിന്ന് സാധനങ്ങൾ വരുത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ നിന്ന് വരുത്തിയിട്ടുള്ളതാണത്. പിന്നെ ഇതിന്റെ കണക്ഷൻസ് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ കണക്ഷൻ റെഡും ബ്ലാക്കും വരുന്നുണ്ടാവും. ഈ റെഡും ബ്ലാക്കും വരുന്നത് നമ്മുടെ ബാറ്ററിയുടെ പ്ലസ് മൈനസ് ആയിരിക്കും. അതായത് 48 വോൾട്ട് അല്ലെങ്കിൽ 60 വോൾട്ട് പ്ലസ് മൈനസ് ആണ് റെഡ് ആൻഡ് ബ്ലാക്ക്. അപ്പൊ ഇത് എല്ലാ കൺട്രോളറിന്റെയും സെയിം ആയിരിക്കും. ഇത് വ്യത്യാസം ഉണ്ടാവില്ല. റെഡും ബ്ലാക്കും മാറ്റം ഉണ്ടാവില്ല. പിന്നെ ഇത് നമ്മൾ ഡയറക്റ്റ് ഒരു ബ്രേക്കർ വഴി ഒരു MCB വഴി നമ്മൾ പ്ലസ് കടത്തി വിടുക. അതിലേക്ക് ബാറ്ററിയിൽ നിന്ന് വരുന്നത് ഒരു MCB വഴി വേണം കടത്തി വിടാൻ. എങ്ങാനും ലോഡ് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ആയി കഴിഞ്ഞാൽ വീഴാൻ വേണ്ടിയിട്ട് ബ്രേക്കർ വഴി കൊടുത്തു വിടാം. കോമണ്ണൊന്നും വേണ്ട, നേരെ കൊടുക്കുക. പിന്നെ വരുന്നത് ഇതിൽ വരുന്നത് ഒരു റെഡ് ഉണ്ടാവും. ഈ രണ്ട് വയറ നമ്മുടെ ചാവിയിലേക്കുള്ളതാണ്. അതായത് ഈ റെഡ്, രണ്ട് കളർ റെഡാണ്. ഇത് രണ്ടും കൂടെ നമ്മൾ ചാവിയിലേക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ പവർ നല്ല ലോഡിൽ ആംപിയറിൽ ഇവിടുന്ന് മോസ്ഫെറ്റ് ആണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. ഇതിന്റെ ഉള്ളിൽ കുറെ മോസ്ഫെറ്റുകൾ നിരത്തിയിട്ടുണ്ടാവും. 18, 20 ഒക്കെ 24 എന്നൊക്കെ പറഞ്ഞ പോലെ കണ്ടമാനം നിരത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആംപിയർ കടത്തി വിടുന്നത് ഇതിന്റെ ഉള്ളിൽ കൂടെയാണ്. നന്നായിട്ട് നല്ല ലോഡിൽ ഹെവി ആംപിയറിൽ കടത്തി വിടുന്നത്. അപ്പൊ ഇതിനധികം കണക്ഷൻസ് വലിയ ലോഡൊന്നും വരുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ഇഗ്നേഷനിലേക്ക് പോകുന്ന കണക്ഷനാണ്. അപ്പോൾ ഇത് രണ്ടും പറഞ്ഞു. റെഡ് ബ്ലാക്ക് പ്ലസ് മൈനസ് ബാറ്ററിയുടെ ഒരു MCB വഴി കടത്തി വിടുക. ഇതതിന്റെ നമ്മുടെ എന്താ പറയാ ഇഗ്നേഷനിലേക്ക് പോണ സ്വിച്ചിലേക്ക് പോകുന്ന കണക്ഷൻ. അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞു. ഇനി വരുന്നത് മോട്ടർ. 1, 2, 3 കണക്ഷൻസ് ഉണ്ടാവും. 3 ഫേസ് ആണ്. അതായത് ഫേസ് കടത്തി വിടുന്നതാണ് ഈ 3. ഗ്രീന്, ബ്ലൂ, യെല്ലോ. ഈ 3 ലൂസ് കോണ്ടാക്ട് വരാൻ പാടില്ല. അതുപോലെ തന്നെ ബാറ്ററിയുടെ ലൂസ് കോണ്ടാക്ട് വരാൻ പാടില്ല. നല്ല ഹെവി DC വയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഒരു കാരണവശാലും നമ്മളത് ലൂസ് കോണ്ടാക്ട് വരാത്ത രീതിയിൽ സ്പ്രിംഗ് വാഷൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ഷിങ്കബിൾ സ്ലീവ് ഒക്കെ ഇട്ടോളാം. നല്ല കോണ്ടാക്ട് ഒന്ന് ലൂസ് വരരുത്. അത്തരത്തിലുള്ള നല്ല രീതിയിൽ തന്നെ ചെയ്തോളാം. മോട്ടറിലേക്ക് പോകുന്ന കണക്ഷനാണ് യെല്ലോ, ബ്ലൂ, ഗ്രീൻ. ഈ 3 കണക്ഷൻസും BLDC മോട്ടറിലേക്ക് പോകുന്ന കണക്ഷൻസ് ആണ്. പിന്നെ വരുന്നത് ഇത് ഈ കണക്ഷൻസ് വരുന്നത് അതിന്റെ ബ്രേക്ക്. 2 ബ്രേക്ക് ഉണ്ടാവും. ഫ്രണ്ട് ബാക്ക് ബ്രേക്ക് ഉണ്ടാവും. അപ്പൊ ആ ബ്രേക്കിലേക്ക് പോകുന്നതാണ് 1, 2. 2 ഇത് 2 ഒരെണ്ണം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് ബ്രേക്കിലേക്ക് പോകുന്നതാണ്. അത് നമ്മൾ പെഡലിലാണ്, പെഡലിലേക്ക് അല്ല കയ്യിലാണ്, ഏതിലേക്കാണോ കണക്ഷൻ കൊടുക്കണേ ആ സ്വിച്ചിലേക്ക് കൊടുക്കുന്ന കണക്ഷൻസ് ആണ്. 2 ബ്രേക്കിന്റെ കണക്ഷൻസ് ആണ് കേട്ടോ. അപ്പോ പിന്നെ ഇതിൽ വരുന്നത് ഈ റെഡ് വരുന്നത് മീറ്ററാണ്. നമ്മുടെ സ്പീഡോമീറ്ററിന് കൊടുക്കുകയാണെങ്കിൽ, വോൾട്ട് മീറ്ററിന് കൊടുക്കുകയാണെങ്കിൽ വോൾട്ട് മീറ്ററിലേക്ക് പോകുന്ന കണക്ഷൻസ് ആണ് ഇത്രയും വരുന്നത്. പിന്നെ ഇതില് ഒരെണ്ണം ഇത് വേണമെങ്കിൽ നമുക്ക് അതിന്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് ഈ ജമ്പർ ഷോർട്ട് ചെയ്തിടുകയാണെങ്കിൽ ഒരെണ്ണം നമുക്ക് 25 കിലോമീറ്റർ വരെ സ്പീഡ്. ഈ ജമ്പർ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ 25 കിലോമീറ്റർ വരെ. ഇത് കട്ട് ചെയ്തിടുകയാണെങ്കിൽ 50 കിലോമീറ്റർ അല്ലെങ്കിൽ 40 കിലോമീറ്റർ ആ റേഞ്ചിൽ. 30നും 45നും ഉള്ളായിട്ട് 50ന് താഴെയായിട്ട് സ്പീഡിൽ ഓടും. പിന്നെ വരുന്നത്
ഇത് ഹാൾ സെൻസറിലേക്കുള്ളതാ. ഇത് നമ്മുടെ മോട്ടറിൽ വരുന്ന ഹാൾ സെൻസർ ഉണ്ട്. BLDC മോട്ടറിന്റെ ഉള്ളിൽ ഹാൾ സെൻസർ. ഇതൊരു സോക്കറ്റ് ആണ്, മെയിൽ ഫീമെയിൽ സോക്കറ്റാ വരിക. ഇത് ഹാൾ സെൻസർ ആണ്, ഹാൾ സെൻസറിലേക്ക് വരുന്നതാണ്. ഹാൾ സെൻസർ ഈ കളർ കോഡ് എല്ലാത്തിന്റെയും സെയിം ആയിരിക്കും. ഈ കളർ കോഡ് മാറാൻ പാടില്ല. ഇത് ഹാൾ സെൻസറിന്റെ ആണ്. ഇതിൽ വരുന്നത് ഒരു റെഡ് ഉണ്ടാവും, ഒരു ബ്ലാക്ക് ഉണ്ടാവും, ഒരു ബ്ലൂ ഉണ്ടാവും, ഒരു ഗ്രീൻ ഉണ്ടാവും, ഒരു യെല്ലോ ഉണ്ടാവും. അങ്ങനെ ഇത്തരത്തിലൊരു 5 കണക്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. 5 കണക്ഷൻ വരുന്ന ഒരു ഹാൾ സെൻസറിലേക്ക് പോകുന്നതാണ്. മോട്ടറിന്റെ ഉള്ളിലുള്ള എല്ലാ BLDC മോട്ടറിന്റെ ഉള്ളിലും ഹാൾ സെൻസർ വരും. ഇത് ലൂസ് വരാൻ പാടില്ല, ഒരു കാരണവശാലും ലൂസ് വരാൻ പാടില്ല. ഇത് ലൂസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റോട്ടിൽ നിൽക്കാം, ഇത്തരത്തിൽ മോട്ടർ തോന്നുമ്പോൾ വർക്ക് ചെയ്യാണ്ടിരിക്കാം, അത്തരത്തിലൊക്കെ കാണിക്കും. ഇത്ര സംഭവങ്ങളാണ് ഇതിന്റെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടതായിട്ടുള്ള കണക്ഷൻസ്. ഇത് വരുന്നത്, ഇത് നമ്മൾ ഒരു സ്വിച്ചിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, ഞാനിതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ടെസ്റ്റിങ്ങും പരീക്ഷണമൊക്കെ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്താണ്. ഇത് നമ്മൾ വിടിയിച്ചിടുകയാണെങ്കിൽ ഫ്രണ്ടിലേക്ക് പോകും, നേരെ ഫ്രണ്ടിലേക്ക്. ഇത് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് മോട്ടോർ തിരിഞ്ഞു കറങ്ങും, റിവേഴ്സ് കറങ്ങും. അപ്പോൾ അതിന്റെ ഒരു കണക്ഷൻസ് ആണ് ഈ ഇത്തരത്തിലുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ എടുത്ത് മെയിൻ ആയിട്ട് പറയാനുള്ള കണക്ഷൻസ്. BLDC കൺട്രോളറിന്റെ മെയിൻ കണക്ഷൻസ് എടുത്ത് പറയാനുള്ളത്. എല്ലാം ഒന്ന് ഓടിച്ച് പറയാം ഇനി ഒന്നോടെ. ഇത് പ്ലസ്, ബാറ്ററി പ്ലസ്, ഇത് ബാറ്ററി മൈനസ്. പ്ലസ് ബ്രേക്കർ വഴി കൊടുക്കണം. പിന്നെ വരുന്നത് അതിന്റെ ഒരു റെഡ് കണക്ഷൻ വരുന്നുണ്ട്. ഇത് അതിന്റെ ഇഗ്നേഷൻ, ചാവിലേക്ക് പോണ ഇഗ്നേഷന്റെ ആണ്. ഇത് 2 പിന്നെ വരുന്നത് മോട്ടർ, ഗ്രീൻ, ബ്ലൂ, യെല്ലോ മോട്ടറിലേക്ക്, BLDC മോട്ടറിലേക്ക് പോകുന്ന കണക്ഷൻസ് ആണ്. ലൂസ് കോണ്ടാക്ട് വരാൻ പാടില്ല. പിന്നെ വരുന്നത് ഹാൾ സെൻസർ. ഇത് 5 കണക്ഷൻ ഉണ്ടാവും. എല്ലാം കളർ കോഡ് സെയിം ആയിരിക്കും, മെയിൽ ഫീമെയിൽ ആണ്. ഞാനിത് കൊടുക്കുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക, കാരണം ലൂസ് കോണ്ടാക്ട് വരാത്ത രീതിയിൽ. ഇടയ്ക്കിടയ്ക്ക് അയക്കേണ്ട സിറ്റുവേഷൻ ഉള്ളതാണെങ്കിൽ ഇത് മെയിൽ ഫീമെയിൽ സോക്കറ്റിൽ തന്നെ കൊടുക്കാൻ നല്ലത്. ഇത് ഹാൾ സെൻസർ. പിന്നെ ഇത് ഒരെണ്ണം ബ്രേക്ക്, ഇത് അടുത്ത ബ്രേക്ക്. പിന്നെ വരുന്നത് ഒരെണ്ണം നമ്മുടെ ഇത് റിവേഴ്സും ഫോർവേഡും. ഇത് 2 കണക്ഷൻസ്. കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകും, ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് കറങ്ങും, അത്തരത്തിലുള്ളതാണ്. ഇത് മീറ്ററിലേക്കുള്ളതാണ്, സ്പീഡോ മീറ്ററിലേക്ക് വരുന്നതാണ് കണക്ഷൻസ് വരുന്നത്. ഇത്തരത്തിലാണ് എല്ലാ കണക്ഷൻസും വരുന്നത്. അപ്പൊ ഏകദേശം എല്ലാം ആയിട്ടുണ്ട് ഇതില് പറഞ്ഞിട്ട്. പിന്നെ 2-3 കണക്ഷൻസ് വേറെ 2-3 വയർ വേറെ ഉണ്ട്. അത് അത്ര ആവശ്യമില്ലാത്ത വയറാണ്, അത് നമുക്ക് ഉപയോഗം വരുന്നതല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്ന BLDC കൺട്രോളറിൽ വരുന്ന വയറിങ്, ഇല്ലെങ്കിൽ വയറിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കൺട്രോളർ വെക്കുമ്പോൾ ഇതിനൊരു റബ്ബർ ഉണ്ട്. ഇത് കണ്ടോ, അതൊരു റബ്ബറാണ്, വെള്ളം കിടക്കാണ്ടിരിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. ഇത് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സിലിക്കോൺ അടിച്ച് കൊടുത്തോളാം. പിന്നെ ഈ ഭാഗത്ത് വയറ, ഇതിൽ കൂടെ വയറേക്കടെ അങ്ങോട്ട് വെള്ളം കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും വയറ നമ്മൾ ഇങ്ങനെ ഒന്നും താത്തി വെക്കാൻ ശ്രമിക്കുക. നേരെ ഇങ്ങനെ മുകളിന്നാവുമ്പോൾ നേരെ വെള്ളം അങ്ങോട്ട് ഉള്ളിലേക്ക് കടന്നു പോകും. അപ്പൊ അത്തരത്തിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ താത്തി വെക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ താത്തി വെക്കുകയാണെങ്കിൽ നമുക്കത് വെള്ളം വന്നാലും ഇങ്ങനെ വന്ന് ഇവിടെ ചാടിപ്പോവും, അതിലേക്ക് കിടക്കില്ല. പിന്നെ ഈ ഭാഗത്ത് സിലിക്കോൺ കൊടുക്കണോണ്ട് കുഴപ്പമില്ല, സിലിക്കോൺ പശ അപ്ലൈ ചെയ്തോ. ഈ സൈഡ് ഭാഗത്തും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയും കൊടുത്ത് വെള്ളം കിടക്കാണ്ട് ഇരിക്കാവുന്ന രീതിയിൽ. ഇതെവിടെയാണോ നമുക്ക് വെള്ളം കിടക്കാത്ത നല്ല സേഫായിട്ട് വെക്കാൻ പറ്റുന്ന സ്ഥലത്ത് അത്തരത്തിൽ അവിടെ കൊണ്ടുവന്ന് വെക്കുക. BLDC കൺട്രോളിനെ കുറിച്ച് ഇത്രേ ഉള്ളൂ പറയാനായിട്ട്.